ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓവനില്ലാതെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ ഒന്ന് അരിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മാത്രം മതി. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 വട്ടമെങ്കിലും അരിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഒരു 3-4 വട്ടം നന്നായി അരിച്ചെടുത്ത് കഴിഞ്ഞ് എല്ലാം കൂടി നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് നന്നായി ബീറ്റായി വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് മുട്ടയും പഞ്ചസാരയും എല്ലാം ചേർന്നിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായി വരികയേ വേണ്ടൂ. ഒരു 5-6 സെക്കൻഡ് മാത്രം മതിയാവും. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുത്തി ഇളക്കാനായിട്ട് പാടില്ല. നമ്മളിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ആണ് ഒരേ സൈഡിലേക്കായിട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമതും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിൻ്റെ സൈഡിലും നടുക്കിലും എല്ലാം ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പാത്രം നമ്മൾ എപ്പോഴാണോ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഈ പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായി അടച്ച് വെച്ചിട്ട് പിന്നെ ഈ ഇതുപോലെ വല്ല ഹോളൊക്കെ ഈ സൈഡിലുണ്ടെങ്കിൽ അതൊക്കെ മൈദമാവോ ഗോതമ്പ് മാവ് വെച്ചിട്ട് ഒന്ന് അടച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ സമയമാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും കേക്ക് കറക്റ്റ് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മേൽഭാഗം ഒന്നും തന്നെ ഒട്ടി പിടിക്കാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് ചൂടാറുമ്പോൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് സൈഡിലും പിന്നിലൊക്കെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി ഇത് നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ നല്ല ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിൽ നമുക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചോക്ലേറ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടിയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 1/4 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു 3/4 ഭാഗത്തോളൊക്കെ ബീറ്റായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വരും. അടുത്തായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കേക്കിൻ്റെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനിവിടെ കവറിലാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുക. ഞാനിവിടെ കവറിലാക്കിയിട്ടാണ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ പെട്ടെന്ന് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ മേലെയും സൈഡിലും ഒക്കെ തന്നെ അപ്പം തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേലേക്ക് ലെയർ ചെയ്ത് കറക്റ്റ് ലെയറായിട്ട് വെക്കാനായിട്ട് പറ്റും. ഞാനിതിൻ്റെ മേലെ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 2 ലെയറും കൂടി വെച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മേലെയും സൈഡിലും എല്ലാം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ 15 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ നടുക്കിൽ മാത്രമായിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ പോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നടുഭാഗത്ത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനിവിടെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.